നമസ്കാരം വിശ്രീ. ഇതൊരു എൻടോർക്ക് 150 TFT ഡിസ്പ്ലേ ഉള്ള വണ്ടിയാണ്. അതിൻ്റെ ഇൻ്റലിഗോ സിസ്റ്റം, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്നൊക്കെ പറയും. നമ്മുടെ i3s പോലെ വർക്ക് ചെയ്യുന്നൊരു സംഭവം. അതിൽ നമുക്കതിൻ്റെ ടൈം പീരീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രസ് ബട്ടൺസ് കാണാം. അത് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയൊക്കെ ഓരോരോ ഇത് വരും. ഇങ്ങനെ താഴ്ത്ത് ഞെക്കുക. വെഹിക്കിൾ കൺട്രോൾ, അതിൽ ട്രാക്ഷൻ കൺട്രോൾ ഉള്ള വണ്ടിയാണ്. അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഈ ISS ഇൻ്റലിഗോ സിസ്റ്റം അല്ലെങ്കിൽ ഐഡിയൽ സ്റ്റാർട്ട് സിസ്റ്റം അതെടുക്കുക, സെറ്റ് ഞെക്കുക. അതിലത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഓഫ് ചെയ്യാം. ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. അതിൽ സെറ്റ് ടൈമർ എന്നുള്ള ഓപ്ഷനുണ്ട്, താഴോട്ടാക്കുക. അതിൽ നമുക്കിതിങ്ങനെ ഓരോരോ സെക്കൻഡുകൾ നമുക്ക് ഇതിങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഇത് 6 സെക്കൻഡിൽ ഞാൻ സെറ്റ് ചെയ്തു, ബാക്കടിച്ചു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുക. ആറ് സെക്കൻഡിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. 6 സെക്കൻഡ് ആകുമ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തതിൽ തനിയെ അത് ഓഫാവും. അത് വീണ്ടും അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് പിടിക്കുക. ആക്സിലേറ്റർ ഒന്ന് തിരിച്ചു വിട്ടാൽ മതി. ബ്രേക്ക് പിടിച്ചുകൊണ്ട് തനിയെ വണ്ടി സ്റ്റാർട്ടാവും. വീണ്ടും നമുക്കത് പഴയ മോഡിലോട്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. വെഹിക്കിൾ കൺട്രോളർ എടുക്കുക, ISS എടുക്കുക, സെറ്റ് ടൈമർ എടുക്കുക. അത് നമുക്ക് വീണ്ടും തിരിച്ച് പഴയ 10 ഇതിലേക്ക് ആക്കുക. ഓക്കെ, എന്നിട്ട് നോർമലി ബാക്കടിച്ചങ്ങ് പോവുക. അതുണ്ടല്ലേ, അത് 10 തുടങ്ങി 10ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ടൈമൊക്കെ എത്ര സെക്കൻഡിലാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഓഫ് ആവേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്കിത് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ആക്സിലേറ്റർ ഒന്ന് നല്ലപോലെ തിരിച്ചങ്ങ് വിട്ടാൽ മതി. ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാർട്ടാവും. അപ്പോൾ എല്ലാവരുടെയും ഒരു ചെറിയ അറിവിലേക്കായി പങ്കുവെക്കുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് സെറ്റിങ്സിൽ പോയിട്ട് വെഹിക്കിൾ കൺട്രോളിൽ പോയിട്ട് നമുക്കത് ഇത് ISSൽ പോയിട്ട് അത് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും കേട്ടോ. കാണാം, അത് ഈ ഒരു ഫംഗ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ TVSൽ എൻടോർക്ക് 150ൽ വരുന്ന ഇതുണ്ടല്ലേ, ഓഫായി. ഒരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റം നമ്മുടെ i3s പോലത്തെ ഒരു സിസ്റ്റം, അതെങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓൺ ആക്കേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു അറിവ് എല്ലാവരിലേക്കും പങ്കുവയ്ക്കുന്നു. സാറിനാണ് എറണാകുളത്തു നിന്നും.